ആദ്യം നമ്മൾ ഈ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഈ ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിം ഡൈമെൻഷൻസ് എടുത്തിട്ടാണ് വരയ്ക്കുക, അല്ലേ? എല്ലാം സെയിം ഡൈമെൻഷൻസ് ആയിരിക്കും. നമ്മൾ ആദ്യം ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചു. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചിട്ട് പിന്നെ നമ്മൾ ഈ 3 ആക്സിസും വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്രയാണോ ലെങ്ത് ഉള്ളത് അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അതുപോലെ ഈ ഹൈറ്റ് എത്രയാണോ എടുക്കുന്നത് അത് സെയിം ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂ കൺസ്ട്രക്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അതേസമയം ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സ്കെയിൽ വരയ്ക്കണം, അല്ലേ? ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. അതായത് ഇത് 30യും ഇത് 45 ഡിഗ്രി എടുത്തിട്ട്, അത് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവിടെ നമ്മൾ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കണം, അല്ലേ? ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ലെങ്ത്തിൻ്റെ മൾട്ടിപ്ലൈഡ് ബൈ 0.82 ടൈംസ് ആണ്. ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണത്. ഒന്നെങ്കിൽ ഫോമുല ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ സ്കെയിൽ വരയ്ക്കുക. ഈ സ്കെയിൽ വരയ്ക്കണത് പറഞ്ഞു തന്നില്ലേ ക്ലാസ്സിൽ, അല്ലേ? അപ്പോൾ അങ്ങനെ വരയ്ക്കുക. ഒന്നെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുക. ഈ മെത്തേഡ് ഉപയോഗിക്കരുത്. ഈ 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ മെത്തേഡ് ഉപയോഗിക്കരുത് കേട്ടോ. ഈ സ്കെയിൽ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്കുണ്ട്. ക്ലിയർ ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സ്പിയറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതാണ് പടം, അല്ലേ? പടം ഇങ്ങനത്തെ പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സ്ക്വയർ പ്രിസം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ വരയ്ക്കാൻ നേരത്ത് ഇത് സെൻറ്റർ കണ്ടുപിടിച്ചു. ഈ സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഐസോമെട്രിക് വ്യൂ ആണ് കേട്ടോ. ഐസോമെട്രിക് വ്യൂവിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ. അപ്പോൾ എല്ലാ സെയിം ഡയമെൻഷൻസ് തന്നെ നമ്മൾ എടുത്തു. എല്ലാം, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂലുള്ള സെയിം ഡയമെൻഷൻസ് തന്നെ ഇതിലെടുത്തു. സെൻറ്റർ എടുത്തിട്ട് റേഡിയസും നമ്മൾ കറക്റ്റ് റേഡിയസ് തന്നെ എടുത്തു. പക്ഷേ ഇവിടെ സർക്കിൾ വരയ്ക്കൂലേ? ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ വരയ്ക്കുന്ന സർക്കിളിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വരയ്ക്കുന്ന സർക്കിളിൻ്റെ റേഡിയസും നമ്മൾ കോമ്പസിൽ എടുക്കേണ്ടത് എത്രയാ? ആ റേഡിയസിൻ്റെ 1.22 ടൈംസ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ റേഡിയസ് എടുത്തിട്ട് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം കറക്റ്റ് റേഡിയസ് എടുക്കുക. പക്ഷേ സർക്കിൾ, അതായത് സ്പിയറിൻ്റെ വ്യൂ, അതായത് സർക്കിൾ വരയ്ക്കാൻ നേരത്ത് ആ റേഡിയസിനെ 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഈ സർക്കിൾ വരയ്ക്കാൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, അല്ലേ? ഇനി അപ്പോൾ ഇതാണ് ഓക്കെ. അപ്പോൾ ഈ ക്ലിയർ ആണല്ലോ അത്, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഐസോമെട്രിക് വ്യൂവിൽ സെയിം ഡയമെൻഷൻസ് തന്നെ എടുക്കണം. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ആക്ച്വൽ ലെങ്ത്തിൻ്റെ 0.82 ടൈംസ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. പക്ഷേ ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ പടം വരയ്ക്കരുത്. അതിന് പകരം ഐസോമെട്രിക് സ്കെയിൽ എടുത്ത് വരയ്ക്കുക. ഇത് രണ്ടും ക്ലിയറായി. ഇനി നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ കാര്യം പറയുകയാണ്. ഈ പ്രോബ്ലത്തിൻ്റെ ഐസോമെട്രിക് വ്യൂവിൻ്റെ പ്രോബ്ലം വരയ്ക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡയമെൻഷൻസിൽ തന്നെ വരയ്ക്കുക. പക്ഷെ സ്പിയർ വരാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഈ ഡയഗണൽ ക്രോസ് ചെയ്യുക, സെൻറ്റർ കണ്ടുപിടിച്ച് ഇവിടുന്ന് റേഡിയസ്, കറക്റ്റ് റേഡിയസ് തന്നെ എടുക്കുക. ഐസോമെട്രിക് വ്യൂ അല്ലേ, കറക്റ്റ് റേഡിയസ് എടുക്കുക. സെൻറ്റർ കിട്ടിയതിന് ശേഷം ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ സർക്കിൾ വരയ്ക്കാൻ റേഡിയസ് എടുക്കുമ്പോൾ ആ റേഡിയസിൻ്റെ ആക്ച്വൽ റേഡിയസിൻ്റെ 1.22 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് കിട്ടും. അങ്ങനെ വേണം ഇത് വരയ്ക്കാൻ കേട്ടോ. അതിപ്പോൾ ഏത് സോളിഡിൻ്റെ മുകളിൽ വരയ്ക്കാനാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ?